നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് സൗജന്യമായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഏറ്റവും പുതിയ സ്റ്റെപ്സ് 2023 ഏറ്റവും പുതിയ സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അപ്സ്റ്റോക്സിനെ കുറിച്ചൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒരു ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. അവരുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, നല്ലൊരു ആക്റ്റീവ് ക്ലയൻറ്റ് നമ്പർ, ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു, മാർജിൻ ട്രേഡിംഗ് ഫണ്ടിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും IPOസിലും ഗോൾഡിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ലൊരു ചാർട്ട് പ്ലാറ്റ്ഫോം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, യൂസർ ഇൻ്റർഫേസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാം. ആദ്യം തന്നെ ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ്, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ID, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ, അത് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിലാണ്. നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആക്റ്റീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും, അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. അതുമല്ല, കൃത്യമായിട്ടുള്ള അപ്സ്റ്റോക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ലിങ്ക് തന്നെ ഉപയോഗിക്കുക. അപ്പം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓപ്പൺ എ ഫ്രീ ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആരോ മാർക്കില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് പറയുന്നുണ്ട് ഒരു 6 ഡിജിറ്റ് പിന്ന് ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഒരു 6 ഡിജിറ്റ് പിന്ന് ഓർത്തിരിക്കുക, ആ 6 ഡിജിറ്റ് പിന്ന്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ആ 6 ഡിജിറ്റ് പിന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു 6 ഡിജിറ്റ് പിന്ന് ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പത്തിനും സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിന്ന് കൊടുക്കുന്നത്. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അതിട്ട് ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങളോട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഐ വിൽ ടൈപ്പ് മൈ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ ഇമെയിൽ ID, നിങ്ങൾക്ക് ഈ താഴത്തെ ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇമെയിൽ അഡ്രസ്സ് അങ്ങ് അടിച്ചു കൊടുത്തേക്കുക. അതിനുശേഷം അപ്ഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ അടിച്ചു കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് മുകളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഒന്ന്, പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം, ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ്, ബ്രോക്കറേജ് പ്ലാൻ, ഫൈനൽ സ്റ്റെപ്സ്, സൈൻ ആൻഡ് സബ്മിറ്റ്. ഇത്രയും സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം. നിങ്ങളുടെ ID പ്രൂഫിൽ ആധാർ കാർഡിലൊക്കെ എന്താണോ പേരുള്ളത് അത് വ്യക്തമായിട്ട്, അമൽ മാത്യു എന്നാണെങ്കിൽ ആദ്യമേ അമൽ എന്ന് ഫസ്റ്റ് ഇവിടെയും, അതിനുശേഷം മാത്യു എന്ന് താഴെയും, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പാൻ കാർഡിലെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം 2 കാര്യങ്ങളാണ് പറയുന്നത്, പാൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 2 കാര്യങ്ങളും ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം വീണ്ടും ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്, പേര്, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ബിഗിനർ ആണെങ്കിൽ >1 year എന്നത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇവിടെ ആനുവൽ ഇൻകം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ അനുയോജ്യമായി തിരഞ്ഞെടുക്കാം. ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങളുടെ ഒക്കുപേഷൻ പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ ഇവിടെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരും. യുവർ ട്രേഡിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജെൻഡർ, അപ്പം മെയിൽ ഫീമെയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം മരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, മാരീഡ് ആണെങ്കിൽ മാരീഡ് ഇവിടെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ സിഗ്നേച്ചർ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ ഈ ഒരു അപ്ലോഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സൈൻ ഡിജിറ്റലി.
നമുക്ക് ഈ മൊബൈലിലെ സ്ക്രീനിൽ തന്നെ സൈൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് തെളിഞ്ഞു വരും. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിങ്ങളുടെ പാൻ കാർഡിൽ ഇട്ടിരിക്കുന്ന സൈനിനോട് ഏകദേശം സെയിം ആയിട്ടുള്ള നിങ്ങളുടെ സൈൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു ബോക്സിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച്. അതിനുശേഷം ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സൈനും സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺഫേം യുവർ കറസ്പോണ്ടൻസ് അഡ്രസ്. അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ആ അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോയിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുക. നല്ല വെളിച്ചത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് സെൽഫി ക്യാപ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെൽഫി എടുക്കുക. ആ സെൽഫി സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI നിങ്ങളുടെ മൊബൈലിൽ UPI ഉണ്ടെങ്കിൽ ആ മൊബൈലിൽ UPI ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾക്ക് UPI ആണെങ്കിലും നിങ്ങൾക്ക് അപ്സ്റ്റോക്സുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം UPI ആണെങ്കിൽ സിമ്പിളായിട്ട് ഫാസ്റ്ററായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി UPI ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് താഴെ ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ UPI ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ നിന്ന് UPI നമ്പറിൽ നിന്ന് ₹1 അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതൊരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം അവർ തിരിച്ച് ആ ₹1 നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഒരു പാത്ത്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്, ആഡ് ഡീറ്റെയിൽസ് മാനുവലി. അപ്പോൾ കണ്ടിന്യൂ സെക്യൂർലി വിത്ത് ബാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് പേജിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, വീണ്ടും ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നിങ്ങളുടെ പേര്, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സൈൻ അപ്പ് ഫ്രീ ആൻഡ് ഗെറ്റ്, അതായത് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യാമെന്നും അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്സ്റ്റോക്സ് 2 വേർഷൻസ് ആണുള്ളത്, ഒന്ന് അപ്സ്റ്റോക്സ്, ഒന്ന് അപ്സ്റ്റോക്സ് പ്രോ. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടി അപ്സ്റ്റോക്സ് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. അപ്സ്റ്റോക്സ് പ്രോയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഫെസിലിറ്റീസ് കൂടുതൽ വരും, ചെറിയ ചാർജസും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അപ്സ്റ്റോക്സ് എന്നത് തിരഞ്ഞെടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ഇൻകം പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് F&O സെക്ഷൻ ഇപ്പം ആക്ടിവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നീടാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അപ്ലോഡ് ലേറ്റർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നോമിനി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നോമിനിയുടെ പേര്, നോമിയുടെ അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഒരു ID പ്രൂഫ് വേണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് നൗ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ പിന്നീടാണ് നോമിനി ആഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ആഡ് ലേറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിനുശേഷം സൈൻ യുവർ ആപ്ലിക്കേഷൻ വിത്ത് ആധാർ. അപ്പം സൈൻ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈൻ ഫ്രം യൂസിങ് ആധാർ നമ്പർ. അപ്പോൾ സൈൻ നൗ എന്നതേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊസീഡ് ടു സൈൻ എന്നതേ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുവരെ പൂരിപ്പിച്ച ഫോം, നമ്മുടെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോമിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം സൈൻ നൗ എന്നത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി NSDLന്റെ സൈറ്റിലേക്ക് പോയി സൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന, ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്. ഒരു 2 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഇത് റിവ്യൂ അക്സെപ്റ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് അവർ ചെക്ക് ചെയ്യും. അണ്ടർ റിവ്യൂവിലേക്ക് പോയി എന്ന് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ ആപ്ലിക്കേഷൻ അണ്ടർ റിവ്യൂ, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവർ പറയുന്നത് ഒരു 48 മണിക്കൂറിനുള്ളിൽ, അത് 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ടുള്ള അവർ ചെക്ക് ചെയ്ത് ഇത് ആക്ടിവേറ്റ് ആക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ കൊടുത്ത ഇമെയിൽ ID അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അപ്പം ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേനും കൺഗ്രാജുലേഷൻ യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഈസ് നൗ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു മെയിൽ വരുന്നതായിരിക്കും. അതിൻ്റെ അത് യൂസർ നെയിമും ലോഗിൻ പാസ്വേഡും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യൂസർ നെയിമും ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ വീണ്ടും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫൈൽ സെക്ഷനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ സെറ്റിംഗ്സും, ട്രേഡിംഗ് സെഗ്മെൻറ്റ്, പ്രൈസിംഗ് പ്ലാൻസ്, മൈ അക്കൗണ്ട്, ഈ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരും. അതിനുശേഷം നമുക്ക് ഹോം പേജിലേക്ക് വരാം. നമുക്ക് സ്റ്റോക്സ്
കാര്യങ്ങളും എല്ലാം കണ്ടെത്താം. നന്നായിട്ട് അനാലിസിസ് നടത്തി നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ല ETF എൻട്രീസ് എടുക്കാം, മ്യൂച്വൽ ഫണ്ടിൽ എൻട്രീസ് എടുക്കാം. അപ്പം നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളാണ്. ഒരു ചെറിയ ചെറിയ ഡോക്യുമെന്റ്സ് മാത്രം മതി അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അനായാസമായിട്ട് അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആക്കാനുള്ള ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.